ഹായ്, ഗുഡ് മോർണിംഗ്. ബേസിക് അക്കൗണ്ടിംഗ് ടേംസ് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ 6ാമത്തെ ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ 2 പ്രധാനപ്പെട്ട പദങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി വിൽ ലേൺ അബൌട്ട് ഡിസ്കൗണ്ട് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഈ 2 പദങ്ങൾ പഠിച്ച് കഴിയുന്നതോടുകൂടി നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് അവസാനിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ ടേമിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പഠിക്കുന്നത് ഡിസ്കൗണ്ടിനെ കുറിച്ചാണ്. ഡിസ്കൗണ്ട് എന്ന് പറയുന്ന പദം കേൾക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ? ഏതൊക്കെ സാഹചര്യത്തിലാണ് ഡിസ്കൗണ്ട് ഉണ്ടാവാറ്? നമ്മളിപ്പോൾ ഒരു കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ആ കടയിലെ വിൽപ്പനക്കാരൻ, സെല്ലർ, സാധനങ്ങളുടെ വിലയിൽ നമുക്ക് ഡിസ്കൗണ്ട് തരാറുണ്ട് അല്ലേ? വില കുറച്ച് നൽകാറുണ്ട്. നമ്മളതിന് ഡിസ്കൗണ്ട് എന്ന് പറയും. 100 രൂപയുടെ സാധനം 95 രൂപയ്ക്ക് നൽകുകയാണെങ്കിൽ 5 രൂപ ഡിസ്കൗണ്ട് നൽകിയെന്ന് പറയും അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ കടം കിട്ടാനുള്ള ആൾ, ഒരു 10,000 രൂപ കടം കിട്ടാനുള്ള ആൾ, അത് തരാനുള്ള ആൾക്കും ചിലപ്പോൾ ഡിസ്കൗണ്ട് നൽകാറുണ്ട്. 10,000-ന് പകരം 9,500 രൂപ നൽകിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ 500 രൂപ ഡിസ്കൗണ്ട് നൽകിയെന്ന് പറയും അല്ലേ? ഫൈൻ. അതിനെയും നമുക്ക് ഡിസ്കൗണ്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഡിസ്കൗണ്ട് 2 രൂപത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡിസ്കൗണ്ട് മേ ബി ഓഫ് 2 ടൈപ്സ്. ആദ്യത്തേതിനെ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ട്രേഡ്, കച്ചവടവുമായി ബന്ധപ്പെട്ട ഡിസ്കൗണ്ട് അല്ലേ? അപ്പോൾ അതെന്തായിരിക്കും? കച്ചവടം നടത്തുന്ന സെല്ലർ, വിൽപ്പനക്കാരൻ, അത് വാങ്ങുന്ന ആൾക്ക്, ബയർക്ക്, ഗുഡ്സിൻ്റെ വിലയിൽ നൽകുന്ന ഡിസ്കൗണ്ട്, കിഴിവ്. അതിന് നമുക്കെന്ത് പറയാം? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയാം. സോ ഡിഡക്ഷൻ ഗിവൺ ബൈ എ സെല്ലർ ടു ദ ബയർ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ്. സെല്ലർ, വിൽക്കുന്ന ആൾ, ബയർക്ക്, വാങ്ങുന്ന ആൾക്ക് സാധനങ്ങളുടെ വിലയിൽ, പ്രൈസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ വിലയിൽ നൽകുന്ന റിഡക്ഷൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനെ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ സെല്ലർ, അതായത് ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ സാധനം വിൽക്കുന്ന ആൾ, ഈ വിലയിൽ ഡിസ്കൗണ്ട് നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താ അതിൻ്റെ ഉദ്ദേശം? ഈ ബയറെ, വാങ്ങുന്ന ആളെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സാധാരണ ഡിസ്കൗണ്ട് നൽകുന്ന സമയത്ത് കടക്കാരൻ പറയുന്നത് എങ്ങനെയാണ്? സെല്ലർ അല്ലേ, ഒരു ഉൽപ്പന്നത്തിൻ്റെ വില 100 രൂപയാണ്, നിങ്ങളൊരു 10 എണ്ണം മേടിക്കുകയാണെങ്കിൽ 95 രൂപയ്ക്ക് നൽകാമെന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ പറയാറ്? അപ്പോൾ ഈ സെല്ലറുടെ ഉദ്ദേശം എന്താണ്? അയാൾ മനസ്സിലെന്താ കാണുന്നത്? ഈ ബയറെ കൊണ്ട് കൂടുതൽ സാധനങ്ങൾ എങ്ങനെയെങ്കിലും മേടിപ്പിച്ചെടുക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ അതിനായിട്ട് പ്രേരിപ്പിക്കാനായിട്ട്, കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ബയറെ പ്രേരിപ്പിക്കുന്നതിനായിട്ട് സെല്ലർ സാധനങ്ങളുടെ വിലയിൽ നൽകുന്ന കിഴിവിനെ നമുക്കെന്ത് പറയാം? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദ ഡിഡക്ഷൻ ഗിവൺ ബൈ എ സെല്ലർ ടു ദ ബയർ. സെല്ലർ ബയർക്ക് നൽകുന്ന കിഴിവ് എന്തിൽ? ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ വിലയിൽ. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. ആരെ പ്രേരിപ്പിക്കുക? ടു ഇൻഡ്യൂസ് ദ ബയർ ടു പർച്ചേസ് മോർ. കൂടുതൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് ബയറെ പ്രേരിപ്പിക്കാനായിട്ട് നൽകുന്ന, സാധനങ്ങളുടെ വിലയിൽ നൽകുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, ഫൈൻ. ഇതുകൂടാതെ വേറൊരു ഡിസ്കൗണ്ടും കൂടിയുണ്ട്. നമ്മളതിനെ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയും. ക്യാഷ് ഡിസ്കൗണ്ട് ആര് നൽകുന്നതാണ്? കടം കിട്ടാനുള്ള ആൾ. ആർക്ക്? കടം കൊടുക്കാനുള്ള ആൾക്ക്. എന്തിലാണ് ഡിസ്കൗണ്ട് നൽകുന്നത്? ആ കൊടുക്കേണ്ട എമൗണ്ട് അല്ലേ? എമൗണ്ട് പേയബിൾ. അതിൽ കിഴിവ് വരുത്തുകയാണെങ്കിൽ അതിനെ
നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയാം. നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 10,000 രൂപ കിട്ടാനുള്ള ഒരാൾ അത് കൊടുക്കാനുള്ള ആളോട് പറയാണ് 9,500 രൂപ നൽകിയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ 500 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയാം. ആ ഡിസ്കൗണ്ടിന് നമ്മളെന്ത് പറയുന്നു? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയും. ഫൈൻ. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആരാണ്? കടം കിട്ടാനുള്ള ആളല്ലേ. കടം കിട്ടാനുള്ള ആളെ നമ്മൾ ഒരു പേര് വിളിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ പറയുക? ക്രെഡിറ്റർ എന്ന് പറയും അല്ലേ. കടം കൊടുക്കാനുള്ള ആളെന്താ പറയുക? കടക്കാരനെ ഡെപ്റ്റർ എന്നും പറയും അല്ലേ. അപ്പോൾ ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. എന്തിൽ കൊടുക്കുന്നത്? കൊടുക്കാനുള്ള എമൗണ്ട് അല്ലേ, എമൗണ്ട് പേബിളിൽ. ഫൈൻ. സോ ഇറ്റ് ഈസ് എ ഡിഡക്ഷൻ ഗിവൺ ബൈ എ ക്രെഡിറ്റർ ടു ദ ഡെപ്റ്റർ ഓൺ ദ എമൗണ്ട് പേബിൾ. നൽകാനുള്ള കൊടുക്കാനുള്ള എമൗണ്ടിൽ നൽകുന്ന ഡിഡക്ഷനാണ്, കിഴിവാണ്. ആരാ നൽകുന്നത്? ക്രെഡിറ്റർ. ആർക്കാ നൽകുന്നത്? ടു ദ ഡെപ്റ്റർ. ഇനി ഇതിൻ്റെ ഉദ്ദേശം എന്താ? ടു ഇൻഡ്യൂസ് ഹിം ടു പേ പ്രോംപ്റ്റ്ലി ഓർ ഏർലി. അയാളെ പ്രേരിപ്പിക്കണം. ആരെ? കടം കൊടുക്കാനുള്ള ആളെ. എന്തിന്? ടു പേ പ്രോംപ്റ്റ്ലി, കൃത്യസമയത്ത് പേയ്മെൻറ്റ് നടത്താൻ, അല്ലെങ്കിൽ ഏർലി, നേരത്തെ പേയ്മെൻറ്റ് നടത്താൻ. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ കടം നൽകാനുള്ള ആൾ കൃത്യസമയത്തൊന്നും പേയ്മെൻറ്റ് നൽകുന്ന ഒരാളല്ല. അപ്പോൾ അയാളെ കൃത്യസമയത്ത് പേയ്മെൻറ്റ് നടത്താനായിട്ട് ചിലപ്പോൾ കടം കിട്ടാനുള്ള ആൾ പറയും, നീ ആ പറഞ്ഞ സമയത്ത് തന്നെ ക്യാഷ് തരികയാണെങ്കിൽ 500 രൂപ കുറച്ച് തന്നാൽ മതി എന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ വേറെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു മാസം കഴിഞ്ഞിട്ട് നൽകേണ്ട തുകയാണ്, ഒരു മാസത്തെ കടമാണ്. അപ്പോൾ ഇയാൾക്ക് ക്യാഷ് നേരത്തെ ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ക്യാഷ് നൽകാനുള്ള ആളെ വിളിച്ചിട്ട് പറയും, നീ ഒരു മാസം കഴിഞ്ഞ് നൽകേണ്ട തുകയാണ്, പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ നൽകുകയാണെങ്കിൽ 500 രൂപ കിഴിവ് തരാമെന്ന് പറയാറുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ ഈ കടം നൽകാനുള്ള ആളെ കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്താൻ, അല്ലെങ്കിൽ നേരത്തെ പേയ്മെൻറ്റ് നടത്താനായിട്ട് പ്രേരിപ്പിക്കാനായിട്ട് ക്യാഷ് കിട്ടാനുള്ള ആൾ നൽകുന്ന ഡിസ്കൗണ്ടിനെ നമുക്കെന്ത് പറയാം? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയാം. സോ ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ദ ഡിഡക്ഷൻ ഗിവൺ ബൈ എ ക്രെഡിറ്റർ ടു ദ ഡെപ്റ്റർ ഓൺ ദ എമൗണ്ട് പേയബിൾ ടു ഇൻഡ്യൂസ്. ടു ഇൻഡ്യൂസ് എന്ന് പറയുമ്പോൾ പ്രേരിപ്പിക്കാൻ. എന്തിന് പ്രേരിപ്പിക്കാൻ? ടു ഇൻഡ്യൂസ് ഹിം ടു പേ പ്രോംപ്റ്റ്ലി. പ്രോംപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഏർലി, നേരത്തെ. ഫൈൻ. ഇപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 2 രൂപത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കച്ചവട സമയത്തുണ്ടാവുന്നതാണ് അല്ലേ. ആർക്കാണ് നൽകുന്നത്? സെല്ലർ ബയർക്ക് അല്ലേ. എവിടെയാണ് നൽകുന്നത്? എന്തിലാണ് നൽകുന്നത്? സാധനങ്ങളുടെ വിലയിൽ, ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ്. ദെൻ ക്യാഷ് ഡിസ്കൗണ്ട് ആർക്കാണ് നൽകുന്നത്? ക്രെഡിറ്റർ ഡെപ്റ്റർക്കാണ് നൽകുന്നത്. എന്തിലാണ് ഡിസ്കൗണ്ട് നൽകുന്നത്? എമൗണ്ട് പേയബിൾ, കൊടുക്കേണ്ട എമൗണ്ടിൽ അല്ലേ. ഓക്കെ. ദെൻ ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ ഉദ്ദേശം എന്താണ്? ലക്ഷ്യം എന്താണ്? ബയറെ കൊണ്ട് കൂടുതൽ സാധനങ്ങൾ മേടിപ്പിക്കുക എന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ ഉദ്ദേശമെങ്കിൽ, ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ ലക്ഷ്യം എന്താണ്? ടു ഇൻഡ്യൂസ് ഡെപ്റ്റർ ടു പേ പ്രോംപ്റ്റ്ലി, കൃത്യസമയത്ത് പേയ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ നേരത്തെ ഏർലി പേയ്മെൻറ്റ് നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് നൽകുന്നത്. I think it's clear, right? Okay. Then we will move to the second term, which is expenditure. Expenditure, ധനവ്യയം എന്നാണ് അതിൻ്റെ മലയാളം മീനിങ്. ക്യാഷ് ചെലവഴിക്കൽ. സോ എക്സ്പെൻഡിച്ചർ മീൻസ് സ്പെൻഡിങ് ഓഫ് മണി, പണം ചെലവഴിക്കലാണ്. അല്ലെങ്കിൽ ഇൻകറിങ് ലയബിലിറ്റി, ബാധ്യത വരുത്തലാണ്. പണം ചെലവഴിക്കൽ അല്ലെങ്കിൽ ബാധ്യത വരുത്തൽ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ സം ബെനിഫിറ്റ്, സർവീസ് ഓർ പ്രോപ്പർട്ടി, ചില ഗുണങ്ങൾ ലഭിക്കാനായിട്ട്, നേട്ടം ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ സേവനം ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ വസ്തുക്കൾ ലഭിക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ മേടിക്കാനായിട്ടോ, സേവനം ലഭിക്കാനായിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ലഭിക്കാനായിട്ടോ നമ്മൾ ക്യാഷ് ചെലവഴിക്കുകയോ അല്ലെങ്കിൽ ബാധ്യത വരുത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. എന്താണ് ഇൻകറിങ് ലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു കാര്യം വാങ്ങാനായിട്ട്, ഒരു വസ്തു മേടിക്കാനായിട്ട് പണം സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ബാധ്യതയും വരുത്താം. 2 രൂപത്തിലും മേടിക്കാം അല്ലേ. ഇപ്പോൾ നമുക്കൊരു കാറ് മേടിക്കണം, 5 ലക്ഷം രൂപയുടെ കാറാണ്. നമ്മളെ കയ്യിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ചിലവഴിച്ച് കാറ് മേടിക്കാം. അപ്പോൾ അതിന് സ്പെൻഡിങ് മണി എന്ന് പറയുന്നു അല്ലേ. നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലോ കടത്തിന് മേടിക്കാം.
5 ലക്ഷം രൂപയുടെ കാറ് നമുക്ക് എന്ത് ചെയ്യാം, കടത്തിന് മേടിക്കാം അല്ലേ. അപ്പോൾ നമുക്കവിടെ പറയാം ഇൻകറിങ് ലയബിലിറ്റിയാണ്. അവിടെ നമ്മൾ കാറ് മേടിക്കുന്നു, പക്ഷെ അവിടെ ഒരു ബാധ്യത ഉണ്ടാക്കുകയാണ് അല്ലേ. 5 ലക്ഷം രൂപയുടെ കടം ഉണ്ടാക്കുകയല്ലേ. ഓക്കെ, രണ്ടും എന്ത് തന്നെയാണ്, എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ക്യാഷ് കൊടുത്ത് കാറ് മേടിക്കുന്നതും കടത്തിന് കാറ് മേടിക്കുന്നതും നമ്മളെ സംബന്ധിച്ചോളം എന്താണ്, എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, ഫൈൻ. കാറായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, ഫൈൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈസ ചിലവാക്കുന്നതിനെയാണ്. ബിസിനസ്സിൻ്റെ ക്യാഷ് ചിലവാക്കുന്നതാണ്. അത് എന്താവശ്യത്തിനായിക്കോട്ടെ, സേവനം ലഭിക്കാനായിരിക്കാം, അല്ലെങ്കിൽ വല്ല വസ്തുക്കൾ മേടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ ബെനിഫിറ്റ്, ഗുണങ്ങൾ ലഭിക്കാനാവാം. ഫൈൻ. അപ്പോൾ ഗുണമെന്ന് പറയുന്നത് സർവീസ് ആവാം, പ്രോപ്പർട്ടി ആവാം, വസ്തുക്കളാവാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ക്യാഷ് ചിലവാക്കുകയോ ബാധ്യത വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ മൊത്തം നമുക്ക് എന്ത് പറയാം, എക്സ്പെൻഡിച്ചർ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കാം. എക്സ്പെൻഡിച്ചറിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഈ പണം ചെലവഴിക്കുന്നതിന് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം, രണ്ടാമത്തത് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി ഈ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പണം ചെലവഴിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് ഗുണമാണ് ലഭിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ ഗുണം എത്ര കാലം ലഭിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടും അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു കാറ് മേടിക്കുകയാണെങ്കിൽ ആ കാർ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നതാണ് നമുക്കതിൻ്റെ ബെനിഫിറ്റ്. ഒരു ഫർണിച്ചർ മേടിക്കുകയാണെങ്കിൽ ആ ഫർണിച്ചർ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നതാണ് നമ്മളതിൻ്റെ ബെനിഫിറ്റ് അല്ലേ. നമ്മൾ ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കുക എന്ന് പറയുമ്പോൾ, ശമ്പളം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ എംപ്ലോയിയെ നമ്മുടെ സ്ഥാപനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നു, അയാളുടെ സേവനം ലഭിക്കുന്നു എന്നതാണ് അതിൻ്റെ ബെനിഫിറ്റ്. ശരിയല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പൈസ ചിലവാക്കാറുണ്ട്. ശമ്പളം കൊടുക്കുന്നതും ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നതും കാറ് മേടിക്കാൻ ക്യാഷ് ചിലവാക്കുന്നതൊക്കെ എക്സ്പെൻഡിച്ചറാണല്ലേ. ഓക്കെ, ഫൈൻ. ഇതിൽ ഏതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? ഇങ്ങനെ കിട്ടുന്ന ബെനിഫിറ്റ് ഇഫ് ഇറ്റ് ലാസ്റ്റ് ഫോർ എ ലോങ് പീരിയഡ്, അതിൻ്റെ ബെനിഫിറ്റ് ഒരുപാട് കാലം നിൽക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. എന്താ പറഞ്ഞത്? ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഫോർ ലോങ് പീരിയഡ്, ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ഗുണം നമുക്ക് ഒരുപാട് കാലം ലഭിക്കുമെങ്കിൽ, ലാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക, ഫോർ ലോങ് പീരിയഡ്, ഒരുപാട് കാലം. ഒരുപാട് കാലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരു വർഷത്തിൽ കൂടുതൽ. അപ്പോൾ നമ്മൾ ചിലവഴിച്ച ക്യാഷിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് മേടിക്കുകയാണ്. ആ ബിൽഡിംഗ് മേടിക്കുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ബിൽഡിംഗ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലേ. ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കാം. അത് എത്ര കാലം ഉപയോഗിക്കാം? ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് കാലം ലഭിക്കുകയാണ്. നമ്മളൊരു കാറ് മേടിക്കുകയാണ്. കാറ് മേടിച്ചാൽ നമുക്ക് ഒരു വർഷമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫോർ ലോങ് പീരിയഡ്, ഒരുപാട് കാലം ഉണ്ട്. അപ്പോൾ കാറ് വാങ്ങാനായിട്ട് ക്യാഷ് ചിലവഴിക്കുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. നമ്മളൊരു ഫർണിച്ചർ മേടിച്ചു, ആ ഫർണിച്ചർ ഒരുപാട് കാലം ഉപയോഗിക്കാം അല്ലേ. ഫൈൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതിന് ക്യാഷ് ചിലവഴിക്കുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. മിഷനറി മേടിക്കുന്നു, ആ മിഷനറി ഒരുപാട് കാലം ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഫർണിച്ചർ, മിഷനറി, ലാൻഡ്, ബിൽഡിങ്, അപ്പോൾ ഇതിനൊക്കെ ക്യാഷ് ചിലവാക്കുമ്പോൾ അതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ബിക്കോസ് അതെല്ലാം നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഒരുപാട് കാലം ലഭിക്കും അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറെന്താണ്? ഫിക്സഡ് അസറ്റ് എന്നാണ് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ വേറെ രൂപത്തിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ പറയാം? ഫിക്സഡ് അസറ്റ് വാങ്ങാനായിട്ട് ചിലവഴിക്കുന്ന തുകയൊക്കെ എന്തായിരിക്കും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും അല്ലേ. കാരണം എന്താ? ഫിക്സഡ് അസറ്റ് ഒരുപാട് കാലം ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റും, ശരിയല്ലേ. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് വേറെ രൂപത്തിലും കൂടി പറയാം. എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വയറിങ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വാങ്ങാനായിട്ട്, അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേടുക, വാങ്ങുക എന്നുള്ള അർത്ഥമാണ്. അക്വയർ ചെയ്യാനായിട്ട് ചിലവാക്കുന്ന തുകയാണ് എന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഫൈൻ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പറയാം, ഫർണിച്ചർ മേടിക്കാനായിട്ട്, പർച്ചേസ് ചെയ്യാനായിട്ട് ചിലവാക്കുന്ന തുക, പർച്ചേസ് ഓഫ് ഫർണിച്ചർ, പർച്ചേസ് ഓഫ് മെഷീനറി, പർച്ചേസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ, പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതൊക്കെ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണമാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് വാങ്ങാനായിട്ട് ചില തുക ചിലവഴിക്കുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഓക്കെ, ഫൈൻ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഓപ്പോസിറ്റാണ്.
എന്താണ് ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇതും ക്യാഷ് ചെലവഴിക്കൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് ഈസ് എക്സോസ്റ്റഡ് വിത്തിൻ എ ഇയർ. അതിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിനുള്ളിൽ തീരുകയാണെങ്കിൽ, ഇല്ലാതാവുകയാണെങ്കിൽ നമുക്കതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. സോ ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ ഈസ് എക്സോസ്റ്റഡ് വിത്തിൻ എ ഇയർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മൾ ക്യാഷ് ചിലവാക്കി, ആ ചിലവാക്കിയ ക്യാഷിൻ്റെ ഗുണം എക്സോസ്റ്റ് ചെയ്യുന്നു, തീർന്നു പോകുന്നു, അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നു വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ, എങ്കിൽ അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഒരു വർഷത്തിൽ താഴെ മാത്രം ബെനിഫിറ്റ് ലഭിക്കാനായിട്ട് നമ്മൾ ക്യാഷ് ചിലവാക്കുമ്പോൾ അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മളിങ്ങനെ ഒരുപാട് ക്യാഷ് ചിലവാക്കുന്നുണ്ട് അല്ലേ? നമ്മളൊരു ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുകയാണ് വിചാരിക്കുക. ഒരു മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ലാണ് കൊടുക്കുക അല്ലേ? മാസമാണ് ബില്ല്, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴാണ് ബില്ല് വരിക. അതിൻ്റെ ബെനിഫിറ്റ് എത്ര കാലം ഉണ്ടാവും? ഒരുപാട് കാലം ബെനിഫിറ്റ് കിട്ടുമോ? ആ 2 മാസം ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ അല്ലേ? നമ്മൾ ബിൽഡിങ്ങിൻ്റെ വാടക കൊടുക്കുകയാണ്, റെൻറ്റ് കൊടുക്കുകയാണ്, വാടകക്കാണ് ബിൽഡിംഗ് എന്ന് കരുതുക. ഒരു മാസത്തെ വാടക കൊടുത്താൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുമോ? ആ ഒരു മാസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കുകയാണ്, ഇതൊക്കെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുകകളാണ് അല്ലേ? സാലറി കൊടുത്താൽ അയാൾ ഒരുപാട് കാലം ജോലി ചെയ്യുമോ? ആ ഒരു മാസം അയാളുടെ സേവനം ലഭിക്കും, അതാണ് അതിൻ്റെ ബെനിഫിറ്റ് അല്ലേ? ഫൈൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെലവുകൾ, അതായത് ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമായ ചെലവുകൾ എല്ലാം എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് വേറൊരു രൂപത്തിൽ പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ ദ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആയിട്ട് ചെലവാക്കുന്ന തുകയാണ് എന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് സാലറി കൊടുക്കുക, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുക, വണ്ടിയുടെ കൂലി കൊടുക്കുക, അതുപോലെ തന്നെ റെൻറ്റ് വാടക കൊടുക്കുക. ഇത്തരത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്ന തുകയെ നമുക്കെന്ത് പറയാം? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ ഗുണം ഒരു വർഷത്തിൽ താഴെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഫൈൻ. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പെൻസസ് എന്നും പറയുന്നത്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ തന്നെയാണ് എന്ത്? എക്സ്പെൻസസ്. എന്തുകൊണ്ടാണ്? എക്സ്പെൻസസ് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ അതിനെ പഠിച്ചത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഏണിംഗ് റവന്യൂ. വരുമാനമുണ്ടാക്കാനായിട്ട് ചിലവാക്കുന്ന തുക എന്നാണ് നമ്മൾ എക്സ്പെൻസിനെ പറ്റി പഠിച്ചത് അല്ലേ? ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് തോന്നുന്നുണ്ടോ? ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് പ്രവർത്തിക്കുന്നത്? വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനം എന്ന് പറയുന്നത് കച്ചവടം നടത്തലല്ലേ? അതല്ല വരുമാനം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് എന്ന് പറയുന്നത് റവന്യൂ ഉണ്ടാക്കാനുള്ള ചെലവ് തന്നെയാണ്. 2 രൂപത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ് എക്സ്പെൻസസ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും? പേയ്മെൻറ്റ് ഓഫ് സാലറി നൽകുന്നത്, പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്, പേയ്മെൻറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ചാർജസ്, പേയ്മെൻറ്റ് ഓഫ് കാരേജസ്, വണ്ടിക്കൂലികൾ, ഇതൊക്കെ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണമായിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ എക്സ്പെൻഡിച്ചർ 2 രൂപത്തിലുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രത്യേകത എന്താണ്? ആ ചെലവഴിക്കുന്ന തുകയുടെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് വാങ്ങാൻ ചെലവഴിക്കുന്ന എല്ലാ തുകകളും എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ താഴെ ഉണ്ടാവുള്ളൂ. അത് ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന തുകയാണ്. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പെൻസസ് എന്നും പറയുന്നത്. ഫൈൻ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും റവന്യൂ എക്സ്പെൻഡിച്ചറിനും ഏത് സമയത്തും നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയാൻ പറ്റണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ഫിക്സഡ് അസറ്റുകളാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് വാങ്ങാനായിട്ട് ചെലവഴിക്കുന്ന തുക അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ തന്നെ എക്സ്പെൻസുകൾക്കായിട്ട് ചിലവാക്കുന്ന തുക റവന്യൂ എക്സ്പെൻഡിച്ചറുമാണ്. ഫൈൻ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളാവല്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 3 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഡാഷ് ഡിസ്കൗണ്ട് പെർസുവേഡ്സ് ദ ഡെപ്റ്റർ ടു മേക്ക് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. ഡാഷ് ഡിസ്കൗണ്ട്, ഈ ഡിസ്കൗണ്ട് പെർസുവേഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്യുക, പ്രേരിപ്പിക്കുക. ആരെ? ഡെപ്റ്ററെ, ക്യാഷ് കൊടുക്കാനുള്ള ആളെ. എന്തിനു പ്രേരിപ്പിക്കുന്നു? ടു മേക്ക് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. കൃത്യമായിട്ട് പേയ്മെൻറ്റ് നൽകാൻ ഡെപ്റ്ററെ പ്രേരിപ്പിക്കുന്ന ഡിസ്കൗണ്ട് ഏതാണ്? രണ്ടാമത്തത്, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ.
താഴെ കൊടുത്തിട്ടുള്ളതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടും റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടും തരംതിരിക്കുക. ഐറ്റംസ് നോക്കാം. പേയ്മെൻറ്റ് ഓഫ് സാലറി, പർച്ചേസ് ഓഫ് ഫർണിച്ചർ, പർച്ചേസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇതിൽ ഏതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിന് താഴെ എഴുതുക. പിന്നീട് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പേര് കൊടുത്തിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ അതിൻ്റെ താഴെയും എഴുതുക. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഫോർ മോർ ദാൻ എ ഇയർ, ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതി വെള്ളിയാഴ്ച തന്നെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചക്ക് മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്യുക. വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? ഓക്കെ. I think it's high time to say goodbye. Have a nice day. Thank you.